Hello guys, welcome back to Cricket Talks with Kiran. Australia vs South Africa World Test Championship Final. സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റായി മാറിയേക്കാവുന്ന ഒരു മത്സരത്തിനാണ് ഇന്ന് ലോർഡ്സിൽ തുടക്കം കുറിക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് അൺലക്കി ആയിട്ടുള്ള ഒരു ടീമിന്റെ ഒരു പിക്ചറാണ്. അതായത് ഇതേവരെ ICC ടൂർണമെന്റുകൾ ഇപ്പോൾ 1998 നടന്ന ആ ഒരു ICC നോക്കൌട്ട് ട്രോഫി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ICC ടൂർണമെന്റുകളിലൊന്നും വിജയിക്കാൻ അവർക്കായിട്ടില്ല. ഇപ്പം നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മഹാരഥന്മാർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്മിത്ത് ആയാലും അംല ആയാലും അതിന് മുൻപുള്ള താരങ്ങളായാലും അതിനുശേഷം വന്ന ഡിവിലിയേഴ്സ് ആയാലും പിന്നെ വന്ന ഫാഫ് ഡുപ്ലസി ആയാലും ഡെയിൽസ്റ്റെയിൻ ആയാലും ഇപ്പോൾ ഷോൺ പൊളോക്ക് ആയാലും അങ്ങനെ ഇഷ്ടം പോലെ പേർ നിരവധി ലാൻസ് ക്ലൂസ്നർ അങ്ങനെ നിരവധി ഇതിഹാസ താരങ്ങൾ ഉണ്ടായ മണ്ണാണ് സൗത്ത് ആഫ്രിക്ക. പക്ഷേ എങ്കിലും അവർക്ക് ആ ഒരു കിരീടത്തിലേക്ക് ഒരു ICC കിരീടത്തിലേക്ക് എത്താൻ മാത്രം സാധിച്ചിട്ടില്ല. ഇപ്പോൾ പല ടൂർണമെന്റുകൾ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ വളരെ നന്നായിട്ട് കളിക്കും, എന്നാൽ നോക്കൌട്ടിലേക്ക് വരുമ്പോൾ അവർ പ്രഷർ താങ്ങാനാവാതെ അവർ വീണു പോകുന്ന കാഴ്ചയാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു സ്ഥിരം പാറ്റേൺ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ഏതൊരു ടൂർണമെന്റ് എടുത്ത് നോക്കിയാലും ഇക്കഴിഞ്ഞ നമ്മുടെ T20 വേൾഡ് ഫൈനൽ വരെ അതിനൊരു ഉദാഹരണമാണ്. അതായത് ക്ലാസിന്റെ ആ ഒരു 50-ൽ അവർ മുന്നിട്ട് നിന്നെങ്കിലും പിന്നീട് ആ ഒരു പ്രഷർ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ അൺലക്കി എന്ന് ഒരു ബ്രാൻഡ് ചെയ്യപ്പെട്ട ടീം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെ തിരുത്തി കുറിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന് ടെംബ ബൗമയ്ക്കും സംഘത്തിന് മുന്നിൽ ലഭിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവരുടെ ഈ സൗത്ത് ആഫ്രിക്കയുടെ ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള ഒരു പാത്ത് എന്ന് പറയുന്നത് തന്നെ കുറച്ച് വിവാദങ്ങൾ നടന്നതായിരുന്നു. അതായത് നമുക്കറിയാലോ ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫോർമാറ്റ് ആണ്. ഇപ്പൊ എല്ലാ ടീമുകളും പരസ്പരം ഈ ഒരു ICC വേൾഡ് കപ്പിൽ കളിക്കുന്ന പോലെ ഗ്രൂപ്പ് തിരിഞ്ഞ് അങ്ങനെ കളിക്കുന്നതല്ല. അപ്പോൾ റാൻഡം ആയിട്ടുള്ള ഫിക്സ്റ്റേഴ്സ് ആയിട്ടാണ് നമുക്ക് തോന്നുക. അതിൽ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഫൈനലിലേക്കുള്ള ഈ വഴി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങൾ വന്നിരുന്നു ആ സമയത്തൊക്കെ. അതായത് ഇവർ കുഞ്ഞൻ ടീമുകളോട് മാത്രമാണ് കളിച്ചത്, അല്ലെങ്കിൽ ഇവർ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞ ടീമുകളോട് മാത്രമാണ് കളിച്ചത്, അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക ഫൈനലിൽ എത്തിയതെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഒരുപാട് കമന്റുകളും ഒക്കെ ഇങ്ങനെ ക്രിക്കറ്റ് ലോകത്ത് വന്നിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞാൻ സൗത്ത് ആഫ്രിക്കൻ ടീമിനൊപ്പമാണ്. കാരണം ഫിക്സ്ചർ അവരിടുന്നതല്ല, അവരുടെ മുന്നിൽ എന്തുണ്ടോ അതിനെ മാത്രമേ അവർക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അവരുടെ മത്സരങ്ങൾ ജയിച്ച അവർ ഫൈനലിലെത്തി എന്ന് പറയുന്നത് നമുക്ക് അവരെ കുറ്റപ്പെടുത്താനുള്ള റീസൺ അല്ല. കാരണം ഫിക്സ്ചർ അവരല്ലല്ലോ ഇട്ടത്. അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന കടമ്പകളെല്ലാം അവർ മറികടന്നിട്ട് തന്നെയാണ് ആ ഒരു ഫൈനലിലെത്തിയത്. എന്നാൽ അന്ന് വിമർശിച്ചവരുടെ എല്ലാം വായടപ്പിക്കാൻ അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഇന്ന് തുടങ്ങുന്ന ഫൈനൽ എന്ന് പറയുന്നത്. കാരണം ഇന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ തോൽപ്പിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മത്സരത്തിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെ വിമർശിച്ചിരുന്ന എല്ലാവരുടെയും ഞാൻ പറഞ്ഞ പോലെ വായടപ്പിക്കാനും ഈ ഒരു ക്രിക്കറ്റ് ലോകത്ത് അവരുടേതായ ആ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ അവരുടേതായ ഒരു പൊസിഷൻ കണ്ടെത്താനും സൗത്ത് ആഫ്രിക്കൻ ടീമിന് സാധിക്കും. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് തുടങ്ങുന്ന ഈ ഒരു ടെസ്റ്റ് മത്സരം സൗത്ത് ആഫ്രിക്ക ജയിച്ചു കഴിഞ്ഞാൽ അതൊരു മോണുമെന്റൽ ഫീറ്റ് ആണ്. അത് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനെ മാത്രം സംബന്ധിച്ചല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ടെസ്റ്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് അത് ആ ഒരു ബിഗ് 3 ഉണ്ടല്ലോ, ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഈ 3 ടീമുകൾ തമ്മിൽ കൂടുതൽ മത്സരങ്ങൾ വേണം. അങ്ങനെ ഈ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിനെ ഒരു ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കണം എന്നൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈ ഒരു ടോക്സിലില്ലാത്ത ഒരു ബിഗ് 3 ഇല്ലാത്ത ഒരു ടീം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജയിക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ള ടീമുകൾക്ക് കൂടി ഒരു പുഷാണ് തീർച്ചയായിട്ടും. കാരണം ഔട്ട്സൈഡ് 3 ഒരു ടീം വിജയിക്കുന്നു, അവർക്ക് അവരുടേതായ ഒരു സ്ഥാനം കണ്ടെത്തുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള ടീമുകൾ കൂടി ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഉറ്റുനോക്കുന്നുണ്ട്. അതാണ് ഈ ഒരു സൗത്ത് ആഫ്രിക്കയ്ക്ക് റിസൾട്ട് ഫേവർ ആയി കഴിഞ്ഞാൽ ക്രിക്കറ്റ് ലോകത്ത് ഉയർന്നു വരാനിടയുള്ള അടുത്തൊരു ചർച്ച എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഓസ്ട്രേലിയൻ ടീമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അവർ പ്രൂവൺ വിന്നേഴ്സ് ആണ്. ഇപ്പോൾ അവരാണ് നിലവിലെ ചാമ്പ്യന്മാർ എന്ന് പറയുന്നത്. കഴിഞ്ഞ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ഈ കിരീടം നേടുന്നത്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ഏകദിന ലോകകപ്പ് നോക്കിയാലും അവിടെയും ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം ചൂടിയത് അവരാണ്. ഇപ്പോൾ ഈ T20 വേൾഡ് കപ്പും ചാമ്പ്യൻസ് ട്രോഫിയും മാത്രമാണ് ഇപ്പോൾ അവരുടെ കൈകളിലില്ലാത്തത്. ഏകദിന ലോകകപ്പ് ആയാലും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആയാലും അവരുടെ കൈകളിലാണുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഏകദിന വേൾഡ് കപ്പ് ആയിക്കോട്ടെ, ഇപ്പോൾ T20 വേൾഡ് കപ്പ് ആയിക്കോട്ടെ, അവർ കളിച്ച ചാമ്പ്യൻസ് ട്രോഫി ആയിക്കോട്ടെ, അവർ കളിച്ച ICC ടൂർണമെന്റുകളിലെല്ലാം ജയിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ മൈറ്റി ഓസീസ് എന്ന് വിളിക്കപ്പെടുന്നത്. ഇപ്പൊ ഇന്നത്തെ മത്സരത്തിലായാലും അവർ 2 വർഷം മുമ്പ് ഇന്ത്യയുമായിട്ട് ജയിച്ച ആ ഒരു ടീമിൽ നിന്ന് വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല. ആകെപ്പാടൊരു ചേഞ്ചസ് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന 1-2 ചേഞ്ചസ് ആണ്. അതായത് ആ മത്സരത്തിൽ ഹേസൽവുഡ് കളിച്ചില്ല. അപ്പോൾ ഹേസൽവുഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ബിഗ് 3 അവരുടെ പ്രധാനപ്പെട്ട ബോളർ തന്നെയാണ്. അന്ന് പരിക്ക് മൂലം കളിച്ചില്ല. ഇന്ന് സ്കോട്ട് ബോളിന് പകരം ഹേസൽവുഡ് ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നീട് ബ്യൂ വെബ്സ്റ്റർ ഉണ്ട്. അപ്പൊ അങ്ങനെ വളരെ ചെറിയ ചേഞ്ചസ് മാത്രമേ ആ ഒരു ടീമിൽ നിന്ന് ഇവിടെ ഉള്ളൂ. അതായത് അന്ന് ഫൈനൽ കളിച്ച ടീമും ഇന്ന് ഫൈനൽ കളിച്ച ടീമും ഏറെക്കുറെ സെയിം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫീറ്റ് ആവർത്തിക്കുക, തങ്ങളുടെ ആ ഒരു കിരീടം നിലനിർത്തുക എന്നുള്ളതായിരിക്കും ഓസ്ട്രേലിയൻ ടീമിനെ സംബന്ധിച്ച് അവർ ഉറ്റുനോക്കുന്നത്.
തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കൻ ടീമിന് മുകളിൽ ഉണ്ടാകുന്ന പ്രഷറൊന്നും ഓസീസിന് മുമ്പിൽ ഉണ്ടാവില്ല. കാരണം അവർക്ക് ശീലമാണ് ഇങ്ങനെ കളിക്കുക, ജയിക്കുക, കപ്പ് നേടുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സൗത്ത് ആഫ്രിക്കയുടെ മുകളിലുള്ള പ്രഷർ ഒന്നും വരില്ല. ഇനി പാറ്റ് കമ്മിൻസ് എന്ന ക്യാപ്റ്റനെ അറിയാമല്ലോ. പുള്ളി ആ ഒരു വളരെ നല്ലൊരു ക്യാപ്റ്റനാണ്. ഇപ്പോൾ നമ്മുടെ ഏകദിന ലോകകപ്പ് ഇന്ത്യയിൽ നടന്നപ്പോൾ ആ ഒരു ഫൈനലിൽ അഹമ്മദാബാദിൽ 1 ലക്ഷം വരുന്ന കാണികളെ നിശബ്ദരാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മത്സരത്തിന് മുമ്പേ തന്നെ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ക്യാപ്റ്റനാണ് പാറ്റ് കമ്മിൻസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ടീമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. എന്നാൽ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചത് ഒരുപാട് വെയിറ്റ് അവരുടെ മുകളിൽ ഈ മത്സരത്തിലുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഈ 2 ടീമുകളെ സംബന്ധിച്ച് ജനറൽ ആയിട്ട് പറയാനുള്ളത്. ഇനി പ്ലേയിങ് 11ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ടീമുകളും അവരുടെ ടീമുകളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിങ്ങിൽ റയാൻ റിക്കിൾട്ടൺ, ഏഡൻ മാർക്രം, അതുപോലെ തന്നെ നമ്പർ 3 ആയിട്ട് വിയാൻ മുൾഡർ ആണ് വരുന്നത്. പിന്നെ ടെമ്പ ബൗമ ക്യാപ്റ്റൻ, ഡേവിഡ് ബെഡിംഗ്ഹാം, അതുപോലെ ട്രിസ്റ്റൻ സ്റ്റബ്സ് മിഡിൽ ഓർഡറിലാണ് കളിക്കുന്നത്. പിന്നീട് വിക്കറ്റ് കീപ്പറായിട്ട് കൈൽ വെറൈൻ, പിന്നെ ബോളിംഗിൽ മാർക്ക് യാൻസൺ, കേശവ് മഹാരാജ്, കാഗിസോ റബാഡ, ലുങ്കി എൻഗിഡി, ഇങ്ങനെയാണ് അവരുടെ ബോളിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് അവർ. ഇപ്പം നമ്പർ 3 വിയാൻ മുൾഡർ വരുന്നതോടെ അവരുടെ ഒരു ബാറ്റിങ്ങിന് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് വരും. അതിനുവേണ്ടിയാണ് പുള്ളിയെ നമ്പർ 3 ഇടുന്നത്. ഇനി ബോളിംഗ് നോക്കിയാലും ഇപ്പോൾ റബാഡ, എൻഗിഡി, മാർക്ക് യാൻസൺ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പേസ് അറ്റാക്ക് ആണുള്ളത്. പിന്നെ കേശവ് മഹാരാജ് അറിയാലോ, ഒരു പ്രൂവൺ മാച്ച് വിന്നർ ആണ് മഹാരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും നല്ലൊരു ടീമാണ്. ഇനി ഓസീസിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ 2023 കിരീടം നേടിയ ടീമിൽ നിന്ന് വലിയ ചേഞ്ചസ് ഇല്ല. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇന്ന് പുതിയൊരു ഓപ്പണർ ആണുള്ളത്. അതായത് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഇന്ന് എത്തുന്നത് മാർണസ് ലബുഷൈൻ ആണ്. അപ്പോൾ ലബുഷൈൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾറെഡി ക്രിക്കറ്റ് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉസ്മാൻ ഖവാജയും മാർണസ് ലബുഷൈനും ആയിരിക്കും ഓപ്പണേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലബുഷൈൻ ഇപ്പോൾ ഈ ഒരു പ്രാക്ടീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ന്യൂ ബോൾസ് ഒക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അറിയാലോ, ഇംഗ്ലണ്ട് കണ്ടീഷനാണ്. ഒരു സ്വിങ്ങും എല്ലാം കൗണ്ടർ ചെയ്യാനായിട്ട് ലബുഷൈൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് മണിക്കൂറുകളോളമാണ് നെറ്റ്സിൽ ചെലവഴിക്കുന്നത്. അപ്പോൾ അവർ 2 പേരുമാണ് ഓപ്പണേഴ്സ് എന്ന് പറയുന്നത്. 1 ഡൗൺ ആയിട്ട് കാമറൂൺ ഗ്രീൻ ടീമിലേക്ക് തിരിച്ചെത്തും. ഇപ്പോൾ പരിക്ക് മൂലം കുറേ നാളായിട്ട് കളിക്കാത്തതിന് ശേഷം ഓസീസ് ടീമിലേക്ക് കാമറൂൺ ഗ്രീൻ തിരിച്ചെത്തുകയാണ്. 1 ഡൗൺ സ്ലോട്ടിലായിരിക്കും ഗ്രീൻ കളിക്കുക. നമ്പർ 4 പിന്നീട് സ്റ്റീവ് സ്മിത്ത്, പറയേണ്ട കാര്യമില്ല. നമ്പർ 5 ട്രാവിസ് ഹെഡ്, നമ്പർ 6 ബ്യൂ വെബ്സ്റ്റർ, വിക്കറ്റ് കീപ്പറായിട്ട് അലക്സ് കേറി. പിന്നീട് ബോളിംഗ് അറിയാലോ, സ്റ്റാർക്ക്, കമ്മിൻസ്, ഹേസൽവുഡ്, അതിൻ്റെ കൂടെ നഥാൻ ലിയോൺ എന്ന് പറയുന്നത്. ഇനി ഈ 2 ടീമുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കകൾ എന്തുകൊണ്ടും ഒരു പടി മുന്നിലാണ് ആ ഒരു സ്ട്രെങ്ത് കൊണ്ട് ഓസ്ട്രേലിയൻ സൈഡ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാലോ, ലോഡ്സിലാണ് കളി നടക്കുന്നത്. വെതർ ഒരു സ്പോയിൽ സ്പോട്ട് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇംഗ്ലണ്ടിൽ നടക്കുന്ന ആ ടെസ്റ്റ് സീരീസ് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മഴ പലതവണ കളി തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അവിടെ മഴ പെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച അത്യാവശ്യം നന്നായിട്ട് തന്നെ മഴ പെയ്തിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസം, ഈ മത്സരത്തിന് തൊട്ട് മുൻപുള്ള 2 ദിവസം അത്യാവശ്യം ക്ലിയർ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റേഴ്സിനും ബോളേഴ്സിനും എല്ലാം അത്യാവശ്യം വേണ്ട പ്രാക്ടീസ് ഒക്കെ നടത്താൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ മത്സരത്തിലുടനീളം റെയിൻ ഒരു സേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇംഗ്ലണ്ട് വെതറാണ്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാനേ പറ്റില്ല. എപ്പം മഴ വരുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മത്സരത്തിലുടനീളം മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇനി പിച്ചിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് സർഫസ് ആണ്. അതായത് അധികം ഭയങ്കര ചില സമയം ഇംഗ്ലണ്ടിൽ കാണുന്ന പോലെ ഫുള്ളി ഗ്രീൻ ടോപ്പ് ഒന്നുമല്ല, ഒരു ബ്രൗണിഷ് കൈൻഡ് ഓഫ് സർഫസ് ആണ്. റൺസ് ഉണ്ടാവും, അതായത് റൺസ് എടുക്കാൻ അത്യാവശ്യം പറ്റുന്ന ട്രാക്ക് തന്നെയാണ്. എങ്കിലും ഇംഗ്ലണ്ട് കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് ഓവർഹെഡ് ആ ഒരു കണ്ടീഷനും ആ ഒരു സ്വിങ്ങും ഒക്കെ കൂടെ വരുമ്പോൾ ബോളേഴ്സിനും തീർച്ചയായിട്ടും സേ ഉണ്ടാവും. കാരണം 2 ടീമും ബോളിംഗിൽ സ്ട്രോങ് ആണ്. നമുക്കറിയാലോ, ഒരു സൈഡിൽ സ്റ്റാർക്ക്, കമ്മിൻസ്, ഹേസൽവുഡ്, അടുത്ത സൈഡിൽ യാൻസൺ, റബാഡ, ലുങ്കി എൻഗിഡി. അപ്പോൾ 2 സൈഡും നല്ല ഒരു പേസ് ഹെവി അറ്റാക്ക് ആണ്. അപ്പോൾ ഒരു ഓവർഹെഡ് കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ മുതലെടുക്കാൻ ഉള്ള തീർച്ചയായിട്ടും ഉള്ള കാര്യത്തിൽ ഇരു ടീമുകൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബാറ്റിംഗ് കണ്ടീഷൻസ് ആണെങ്കിൽ പോലും ബോളേഴ്സിന് തീർച്ചയായിട്ടും അവിടെ ഒരു സേ ഉണ്ടാവും. ഇനിയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് പറയുകയാണെങ്കിൽ, ലോഡ്സിൽ വളരെ മികച്ച റെക്കോർഡുള്ള ടീമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ആ ഒരു വേൾഡ് വാർ 2 ശേഷം നടന്ന 23 ടെസ്റ്റുകളിൽ 2 എണ്ണം മാത്രമാണ് ഓസീസ് ലോഡ്സിന്റെ മണ്ണിൽ തോറ്റത്. അത് ഒന്ന് 2009-ലും ഒന്ന് 2013-ലുമാണ്. ഇപ്പോൾ ഈ 2 ടെസ്റ്റുകൾ ഒഴികെ ബാക്കി ഒരു മത്സരത്തിൽ പോലും അവർ തോറ്റിട്ടില്ല. 12 എണ്ണം ജയിക്കുകയും 9 എണ്ണം സമനിലയിലാവുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഓസീസിന് മികച്ച റെക്കോർഡുണ്ട്. ഇനി സൗത്ത് ആഫ്രിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ, സൗത്ത് ആഫ്രിക്ക ഒരു 7 മാച്ച് വിന്നിംഗ് സ്ട്രീക്കിലാണ്. തുടർച്ചയായി 7 ജയങ്ങളുമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക ഈ ഫൈനലിലേക്ക് എത്തുന്നത്. ഇപ്പോൾ 8ാമത്തെ ഒരു മത്സരം ജയിച്ചിട്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കാനാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ അതാണ് ആ 2 ടീമിനെയും സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ആരായിരിക്കും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുക? സൗത്ത് ആഫ്രിക്കയോ അതോ ഓസ്ട്രേലിയയോ? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.